പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഉണക്കമീൻ വെച്ച് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു 4-5 ഉണക്കമാന്തൽ മീനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതായിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മാന്തൽ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളകാണ്. ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം പച്ചമുളക് നടുകെ കീറിയതിന് ശേഷം അത് ഇട്ട് കൊടുത്താലും മതി. ഉണക്കമീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ മുളക് കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു. പിന്നീട് മീനൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്നങ്ങ് പൾസ് ചെയ്തെടുത്താൽ മതി. മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നതിന് പകരം ഇടികല്ലിലിട്ടോ അതല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചോ ഒന്ന് കുത്തിയെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത മാന്തൽ മീനെല്ലാം പൊടിച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിൽ കുറച്ച് മുള്ളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വലിയ മുള്ളുകളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. കുറച്ച് മുള്ളൊക്കെ ഇതിൻ്റെ കൂടെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. മാന്തൽ മീനിൻ്റെ മുള്ള് നേർത്തതല്ലേ, അപ്പോൾ വലിയ സൈസിലുള്ള ആ മുള്ളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുള്ളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തപ്പം ഫ്രൈ ചെയ്ത മുളകും കറിവേപ്പിലയും ഉണ്ടല്ലോ അതും മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ആ പാൻ തന്നെ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 5-8 അല്ലി ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 2 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ശേഷം ഈ ഉള്ളി ഒന്നങ്ങ് വാടി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഇതിലേക്ക് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ല പോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സൈസിലുള്ള വാളൻപുളി ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പുളി ഒരുപാട് കൂടിപ്പോണ്ട, ഒരു ചെറിയ സൈസിലുള്ള പുളി എടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നങ്ങ് വറ്റിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ഉണക്കമാന്തൽ മീനുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിരുന്ന മുളകും കറിവേപ്പിലയും അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഉണക്കമീൻ കൊണ്ടുള്ളൊരു റെസിപ്പി കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ പരിപ്പ് കറിയാണ് കേട്ടോ ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ അരക്കാത്ത വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി പരിപ്പ് കറി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ആക്കുന്നതാണ്. മീനിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചൂടോടുകൂടി നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണക്കമീൻ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.